മലകളുടെ ഹൃദയത്തിലേക്കൊരു യാത്ര. മൂന്നാറിലെ ഈ വെയിലും ചൂടും നമ്മൾ മുഖവിലക്കെടുക്കുന്നില്ല. കാരണം പുല്ലിൻ്റെ സുഗന്ധവും മഞ്ഞിൻ്റെ തണുപ്പും മേഘങ്ങളുടെ മൃദുവായ സ്പർശവും ചേർന്നൊരു സ്വപ്ന ലോകത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഇരവികുളം നാഷണൽ പാർക്ക്. ഇതാണ് നീലഗിരി താരകളുടെ രാജ്യം. ഇതാണ് 12 വർഷത്തിലൊരിക്കൽ വിരിയുന്ന നീലക്കുറിഞ്ഞിയുടെ അത്ഭുതഭൂമി. ഇതാണ് പ്രകൃതി നമ്മോട് ഏറ്റവും അടുത്ത് സംസാരിക്കുന്ന സ്ഥലം. ഇവിടേക്കുള്ള എൻട്രി ഫീസ് ഒരാൾക്ക് 200 രൂപയാണ്. ടിക്കറ്റ് കൗണ്ടറിൽ കാർഡ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ UPI പേയ്മെൻറ്റ് മാത്രമേ സാധിക്കുകയുള്ളൂ. ടിക്കറ്റ് എടുത്ത ശേഷം ഈ ബസ്സുകളിൽ മാത്രമേ പാർക്കിനുള്ളിലേക്ക് പ്രവേശനമുള്ളൂ. ബസ് ഇറങ്ങിയ ശേഷം നമ്മൾ ബാക്കി ദൂരം നടന്നു തന്നെ കയറണം. ഇതുപോലുള്ള ബഗ്ഗികൾ 800 രൂപ നിരക്കിൽ ഇവിടെ ലഭ്യമാണ്. ഇന്ന് കാണുന്ന ഈ മനോഹരമായ ദേശീയോദ്യാനം ഒരിക്കൽ ബ്രിട്ടീഷുകാരുടെ ഹൈറേഞ്ച് ഗെയിം റിസർവ് എന്ന് വിളിച്ചിരുന്ന വേട്ടത്താവളമായിരുന്നു. ബ്രിട്ടീഷ് ആധിപത്യകാലത്ത് ഇന്നത്തെ ഇരവികുളം പ്രദേശം വേട്ടയാടലിനുള്ള സ്വകാര്യ വന്യജീവി സംരക്ഷണ മേഖലയായി യൂറോപ്യൻ പ്ലാന്റർമാർ ഉപയോഗിച്ചു. വേട്ടക്കാർക്ക് സഹായകരമാക്കാൻ മുഴുവൻ ഗോത്രവർഗക്കാരെയും ഗെയിം വാച്ചർമാരായി നിയമിച്ചു. ഈ കാണുന്ന നീലഗിരി താര എന്ന അപൂർവ മൃഗത്തെ സംരക്ഷിക്കാൻ വേണ്ടി 1978 ഈ പ്രദേശം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടു. നീലഗിരി താറുകളെ ഏറ്റവും അടുത്ത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ലോകത്തെ ഏറ്റവും കൂടുതൽ നീലഗിരി താറുകൾ കാണപ്പെടുന്നത് ഇവിടെയാണ്. നടന്നു കയറും തോറും തണുപ്പ് കൂടി വരുന്നത് അനുഭവപ്പെടുന്നതിന് പുറമെ കോടമഞ്ഞ് നമ്മെ വന്ന് മൂടുന്ന മനോഹരമായ കാഴ്ചകളും കാണാം. ഈ ദേശീയോദ്യാനത്തിനുള്ളിൽ ഒരു ചെറിയ ക്ഷേത്രവുമുണ്ട്. പ്രാദേശിക ഗോത്രവർഗക്കാരായ മുതുവൻ സമൂഹത്തോടും മലനിരകളിലെ വിശ്വാസങ്ങളോടും ബന്ധപ്പെട്ടതാണ് ഈ ക്ഷേത്രമെന്ന് നാട്ടുകാർ പറയുന്നു. ചരിത്രവും ആരാധനാ വിഷയമായ ദേവതയും സംബന്ധിച്ച് വ്യക്തമായ രേഖകൾ കൂടുതലായി ലഭ്യമല്ലെങ്കിലും മലനിരകളിലെ പ്രകൃതിയുടെയും ആത്മീയതയുടെയും ചേർന്നുപോക്കിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ക്ഷേത്രം. സഞ്ചാരികൾക്ക് ഇവിടെ വരെ മാത്രമേ പ്രവേശനമുള്ളൂ. അല്പനേരം ഇവിടെ വിശ്രമിച്ചാൽ തന്നെ ഇത്രയും ദൂരം നമ്മൾ സഞ്ചരിച്ചതിൻ്റെ ക്ഷീണം നമുക്ക് മറികടക്കാനാവും. നമ്മൾ ബസ്സിൽ വന്നിറങ്ങിയ സ്ഥലത്ത് നിന്ന് തന്നെയായിരിക്കും തിരികെ പോകാനുള്ള ബസ്സുകളും ലഭിക്കുന്നത്. ഏകദേശം 2-2.5 മണിക്കൂർ സമയമുണ്ടെങ്കിൽ നമുക്ക് ഇരവികുളം നാഷണൽ പാർക്ക് സന്ദർശിച്ച് തിരികെ എത്താം. മൂന്നാറിലെ മറ്റുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളിലേക്കുള്ള യാത്രകളുമായി നമുക്ക് വീണ്ടും കാണാം.